ഉൽപ്പന്നം ഉപയോഗിച്ചു. അതിൽ എനിക്കുണ്ടായ റിസൾട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം. ഗ്യാസ് സംബന്ധമായ, പുണ്ണ് സംബന്ധമായ, ഉദര സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന ഒരവസരത്തിൽ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണുകയും അതുപ്രകാരമുള്ള അവർ നൽകുന്ന ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ബാപ്പുട്ടി സാറിൻ്റെ വീട്ടിലേക്ക് മറ്റൊരാവശ്യവുമായി കടന്നു ചെല്ലുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കണ്ട ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ മറുപടി പ്രകാരം ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സാണിത്, ഡയറക്ട് സെൽ ബിസിനസ്സാണ്, ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്തും ഞാനിതിനെ നിസ്സാരമായിട്ട് കണ്ട ഒരു വ്യക്തിത്വമായിരുന്നു. കാരണം ഒരുപാട് ഡയറക്ട് സെൽ ബിസിനസ്സുകളും മണി ചെയിൻ ബിസിനസ്സുകളും ഒക്കെ നാട്ടിൽ നേരത്തെ ഉണ്ട്. പൊട്ടിപ്പോയവരും ചീറ്റിപ്പോയവരുമാണ് കൂടുതലുള്ളത്, പണം നഷ്ടപ്പെട്ടവരാണ് കൂടുതലുള്ളത്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കും എന്നുള്ള ഒരു മുൻധാരണ എന്നിലുണ്ടായിരുന്നു. എങ്കിലും എലമെന്റ്സ് വെൽനസ് എന്ന് പറയുന്ന ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാനതിൻ്റെ പേരൊന്ന് ഓർത്തു വെച്ചു. പിന്നീട് വന്ന് യൂട്യൂബിലൂടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഉൽപ്പന്നം ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ബാപ്പുട്ടി സാറിൻ്റെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് ആവശ്യമുള്ള ഗ്യാസ് സംബന്ധമായ പ്രശ്നമുണ്ട്, പുണ്ണുണ്ട്, ഇതെല്ലാം പറഞ്ഞു. അതിന് പറ്റുന്ന എന്താണുള്ളത് എന്ന് ചോദിച്ച സമയത്ത് എനിക്ക് തന്ന ഉൽപ്പന്നമായിരുന്നു ലിവാഗൈന്, ഇമ്മ്യൂണോ 3+, പ്രോബയോട്ടിക് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ എനിക്ക് തരികയും ഒരു 4-5 മാസക്കാലം കണ്ടിന്യൂ ആയിട്ട് ഞാൻ ആ ഉൽപ്പന്നം ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളത്. അതിൻ്റെ പേരിൽ എനിക്ക് നേരത്തെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ആ പ്രശ്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള റിസൾട്ട് എനിക്കുണ്ടായി. ആ സമയത്ത് അതിൻ്റെ ഇടക്കാലത്ത് ഞാൻ ഒരിക്കൽ ബാപ്പുട്ടി സാറ് വീട്ടിലേക്ക് ഉൽപ്പന്നം വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് റഫീഖ് സാർ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഉൽപ്പന്നം TP മാർക്കറ്റിന് കിട്ടണമെങ്കിൽ നിങ്ങളൊരു ഐഡി അടിച്ചോളൂ എന്ന് പറയുകയും അങ്ങനെ ആ ദിവസം തന്നെ എൻ്റെ ഐഡി അടിച്ചിട്ടുമുണ്ട്. പക്ഷേ അതൊരു ബിസിനസ്സുകാരനാവണം എന്നുദ്ദേശിച്ചോ ഈ മേഖലയിലേക്ക് കടന്നു വരണം എന്നുദ്ദേശിച്ചോ ആയിരുന്നില്ല. അങ്ങനെ ഉൽപ്പന്നം ഉപയോഗിച്ചു, അതിൽ റിസൾട്ട് കിട്ടി. അത് നാട്ടുകാരോടും എൻ്റെ സുഹൃത്തുക്കളോടും ഒക്കെ ഞാൻ ഇടപഴകുന്ന പല മേഖലകളുണ്ട്, അവിടെയൊക്കെ പറയാൻ വേണ്ടി ശ്രമിച്ചു. ബാപ്പുട്ടി സാറെ വീട്ടിൽ ഇങ്ങനെ ഒരു ഉൽപ്പന്നമുണ്ട്, നല്ല റിസൾട്ട് അതിനുണ്ട്, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന് പറയാനുള്ള, അങ്ങനെ പറയുകയും അതിൻ്റെ പേരിൽ എൻ്റെ ലീഡറായ ബാപ്പുട്ടി സാറിന് കച്ചവടം കൂടുകയും ചെയ്തു എന്നത്. അങ്ങനെ അദ്ദേഹം DTC എന്ന് പറയുന്ന റാങ്കിലേക്ക് കടന്നു വന്നു. DTC റാങ്ക് അച്ചീവ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഒരു സെലിബ്രേഷൻ പരിപാടി നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് അവിടെ അയ്യൂബ് സാറുണ്ട്, ഉമർ ഉസ്താദ് ഉണ്ട്, ചേറു സാറുണ്ട്, റഫീഖ് സാറുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുഞ്ഞുമരക്കാർ സാറ്, ഇങ്ങനെ ഇന്നത്തെ ലീഡേഴ്സിനെ ഞാൻ ഓർക്കുന്ന അവരൊക്കെ ആ ഒരു പ്രോഗ്രാമിലുണ്ട്. ആ പ്രോഗ്രാമിലേക്ക് ബാപ്പുട്ടി സാർ വന്ന് എന്നെ ക്ഷണിക്കുകയും എന്നോട് അവിടെ വരണമെന്നും പിന്നെ ഉൽപ്പന്നം ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് ഒരല്പം സമയം പങ്കുവെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു.
കൂട്ടത്ത് പറഞ്ഞു വാർഡ് മെമ്പറായ മുബഷീർ ഉണ്ടാവും, ഞങ്ങളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും അവിടെ ചെന്നു. എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ അവിടെ പങ്കുവെക്കുകയും ചെയ്തു. വളരെ മനോഹരമായി നമ്മളെ അയ്യൂബ് സാറ് അവിടെ അന്ന് ഈ പ്രോഗ്രാമിനെ പറ്റി ഉള്ള ഒരുപാട് വിശദീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ, ആ ബിസിനസ്സിനെ പറ്റിയുള്ള ഒരുപാട് വിശദീകരണങ്ങളൊക്കെ നടക്കുകയുണ്ടായി. ഉൽപ്പന്നങ്ങളെ കുറിച്ചൊക്കെ അവിടെ വിവരിക്കുകയുണ്ടായി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിന്റെ മുന്നേ ഈ ലീഡേഴ്സായ ഉമർ ഉസ്താദ് അടക്കമുള്ളവർ എന്നെ ഒന്ന് കിട്ടണം, എന്നെ ഒന്ന് സംസാരിക്കണം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ അടുത്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും ഞാൻ മുഖം കൊടുക്കൂല, ഞാൻ മാറിപ്പോവും. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കഴിഞ്ഞു, കുടിച്ചു, അവിടുന്ന് പിരിഞ്ഞു. പിന്നീട് റഫീഖ് സാറും ബാബുട്ട് സാറും നിരന്തരം എന്നെ ഫോളോ ചെയ്യും. അവർ പലപ്പോഴും വിളിക്കുന്ന സമയത്ത് ഞാൻ ഈ എടവണ്ണപ്പാറയിലാണെങ്കിൽ അരീക്കോടാന്ന് പറയും, അരീക്കോടാണെങ്കിൽ ഒമാനൂരാന്ന് പറയും. ഈ നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഞാനങ്ങനെ മാറി നിൽക്കും. ഒരു കാരണവശാലും ഇവർക്ക് എന്നെ കാണാനുള്ള അവസരം പോലും കൊടുക്കൂല. അങ്ങനെ ഒരു ദിവസം രാവിലെ എണീറ്റ്, സാധാരണഗതിയിൽ ഈ പത്രം വായിക്കുന്നൊക്കെ ഒരു സ്വഭാവമുണ്ട്. രാവിലെ എണീറ്റ് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാബുട്ടി സാറിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് പറയുന്ന ഇതാണ്, ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, നമുക്കൊരു പോണ്ടയുണ്ട്, കോഴിക്കോടാണ് പ്രോഗ്രാം എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് പോരണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഞാൻ പിന്നെ എൻ്റെ കുളി കഴിഞ്ഞില്ല, ഡ്രസ് അയൺ ചെയ്തില്ല, ചായ കുടിച്ചില്ല. ഇതെല്ലാം കഴിയുമ്പോൾ ഒരുപാട് സമയമാവും. അതുകൊണ്ട് ബാബുട്ടി സാർ നിങ്ങൾ പോയി ചുക്കുളി എന്ന് പറഞ്ഞ സമയത്ത് ബാബുട്ടി സാർ അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ നമ്മളില്ലേ പറഞ്ഞിട്ട് അയൺ ചെയ്യാൻ വേണ്ടി ഡ്രസ് എടുക്കുന്നു. ബാബുട്ടി സാർ എന്നെ അയൺ ചെയ്യുന്നു. അപ്പോഴേക്ക് ഞാൻ കുടിക്കുന്നു, ഞങ്ങൾ ചായ കുടിക്കുന്നു. അങ്ങനെ ആ പ്രോഗ്രാമിലേക്ക് പോകുന്നു. അവിടെ വെൽനി സാറ് ഒരു 1 ഡേ ട്രെയിനിങ് ആയിരുന്നു. നല്ല സ്പീച്ചും കാര്യങ്ങളും ഒക്കെ അല്ല, ആസ്വദിക്കാൻ പറ്റുന്ന സ്പീച്ച് വെൽനി സാർ അവിടെ നടത്തുന്നു. പക്ഷേ അതൊന്നും നമ്മളെ മനസ്സിലേക്കാണ്ട് പോയില്ല. നല്ല അരമുള്ള സ്പീച്ചാണ്, നല്ല ആളുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷെ നമുക്ക് മനസ്സിലേക്ക് പോയില്ല. അവിടുന്ന് തിരിച്ചു വരുന്നു. വീണ്ടും റഫീഖ് സാറും ഇവരിങ്ങനെ ഫോളോ ചെയ്യും. ഒരു നിലക്ക് തന്നെ കൂല. അങ്ങനെ ഇവർക്ക് വേണ്ടി ഒരു മഞ്ചേരി പോകുന്നു, കുറച്ച് പ്രോഡക്റ്റ് എടുക്കുന്നു. ഒരു 12,000 റുപ്യന്റെ ഉൽപ്പന്നം കൊണ്ടുവന്നു. അത് എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും കട്ടിന്റെ ചുവട്ടിലേക്ക് അങ്ങ് വെച്ചു. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാനും തുടങ്ങി. ഞാൻ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇത് ചെറിയൊരു കൊച്ചു ബിസിനസ് ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അന്നത്തെ ചിന്താഗതി അതാണ്. ആ ഒരു ചിന്താഗതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു, മാറിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉമർ ഉസ്താദ് വിളിക്കും. ഉമർ ഉസ്താദിന്റെ വിളിയൊക്കെ വല്ലാത്തൊരു സംഭവമാണ്. ആ വിളിയില് ഇവരിങ്ങനെ ഒപ്പം കൂടുന്നുണ്ടല്ലോ, അപ്പൊ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയും ആ ഒരു പഠനം നടത്തിയ അടിസ്ഥാനത്തിലാണ് ഈ ഉൽപ്പന്നങ്ങളിൽ എനിക്ക് നേരത്തെ തന്നെ വിശ്വാസം വന്നിട്ടുണ്ട്. അതിന്റെ പുറമെ കമ്പനിയെക്കുറിച്ചും ഇതിന്റെ മാനേജ്മെന്റിനെ കുറിച്ചും അതുപോലെ ഇതിന്റെ ഇൻകം പ്ലാനിനെ കുറിച്ചും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും, എന്നാലും ഉള്ളിലെ ആ ഒരു ഭയം, ഉള്ളിക്ക് കഴിക്കുന്ന ഉൽപ്പന്നമാണല്ലോ നമ്മൾ കൊടുക്കുന്നത്, അതങ്ങനെ കൊടുത്താൽ എല്ലാവരും ഏറ്റെടുത്തോളണമെന്നില്ല, അതങ്ങനെ പറയാനും നമുക്ക് കഴിയില്ല. അതൊരു ഭയം എന്നെ വേട്ടയാടിയിരുന്നു. അതിന്റെ പേരിൽ ഒരു 1.5 വർഷക്കാലം എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ അതൊരു തെറ്റായ രീതിയാണ്, ഒരു കാരണവശാലും അങ്ങനെ പിന്തുടരരുത്. അവസരം എപ്പോഴും കിട്ടൂല. കിട്ടിയ അവസരം ഏത് സമയത്താണോ
അതാണ് നമ്മുടെ ഏറ്റവും നല്ല സമയം. ആ സമയം ഉപയോഗപ്പെടുത്തുകയും പ്രവർത്തിച്ചുകൊണ്ട് പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വന്നാൽ ഇന്ന് ഞാൻ ഇവിടെ അല്ല നിൽക്കല്, ഒന്നും കൂടെ ഒക്കെ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അതെനിക്ക് 1.5 വർഷക്കാലം നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം. അങ്ങനെ ബിസിനസ് ഞാൻ ചെയ്യുന്ന ബിസിനസ് എനിക്ക് ഞാൻ ഇറങ്ങിപ്പോയി ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല കാശ് കിട്ടും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ കൊറോണയിലാണ് ജനങ്ങളൊക്കെ വീട്ടിലിരിക്കാൻ വേണ്ടി പഠിച്ചത്. അതിന്റെ മുന്നേ ഉള്ള കാലഘട്ടങ്ങളിലൊക്കെ എന്താണ്, അങ്ങാടിയിലേക്ക് ഇറങ്ങും, ഫാക്ടറിയുമായിട്ടും ക്ലബുമായിട്ടും പല രീതിയിലും പല സമയം അങ്ങനെ ചെലവഴിക്കല. വീട്ടിലിരിക്കാൻ വേണ്ടി ജനങ്ങളെ പഠിപ്പിച്ചത് കൊറോണയാണ്. ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മളും ഒരുപാട് ചിന്തകൾ നടത്തിയിരുന്നു. കാരണം എനിക്ക് മന്ത്ലി വരുമാനം കാര്യങ്ങളൊന്നും ഇല്ല. ബിസിനസ് ചെയ്യുന്ന സമയത്തൊക്കെ കിട്ടും, പൈസ കിട്ടും, ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടി ഞാനൊരു ചിന്ത നടത്തിയിട്ടുണ്ട്. ഒരു ചെറിയ പീഡിയ റൂം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കച്ചവടം നടക്കുന്ന സമയത്തോളം നമുക്ക് വാടകയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കിട്ടും. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്ത നടത്തിയിരുന്നു. ഏതായിരുന്നാലും ആ ഒരു ചിന്തയുടെ ഒക്കെ ഭാഗമായിരിക്കാം ഒരു പാസീവ് ഇൻകം കിട്ടുന്ന, ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് മാറി ഒരു പാസീവ് ഇൻകം കിട്ടുന്ന മേഖലയിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഒരു മേഖല ദൈവാനുഗ്രഹം കൊണ്ട് ഈ ഒരു ബിസിനസ്സിലൂടെയാണ് എന്നിൽ എത്തിപ്പെട്ടത് എന്ന് ഞാൻ പിന്നീടാണ് അറിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നാളെ എനിക്ക് പ്രതിഫലം ലഭിക്കണം. അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് നമുക്ക് മാറണം എന്ന ആശയമാണ് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, നോക്കുന്ന സമയത്ത്, നാളെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഒരു 55-60 വയസ്സ് വരെയൊക്കെ ജോലി ചെയ്യാനൊക്കെ കഴിയും. പിന്നെയൊക്കെ മുട്ടുവേദന, കാലുവേദന, കഴിവേദന, ഊരവേദന, ഇങ്ങനെ പല വേദനകളും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെട്ട് കൃത്യമായി ജോലി ചെയ്യാനും കാര്യങ്ങളൊന്നും കഴിയാത്ത സമയത്ത് നമ്മൾ ഉണ്ടാക്കി ഇട്ടതായ ഒരു ടീമിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിൽ നിന്ന് ഒരു പാസീവ് ഇൻകം മന്ത്ലിയോ വീക്കിലിയോ ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ മറ്റൊരാളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരില്ല. ആ ഒരു അവസരം ഇവിടെയുണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെയാണ് ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ ഞാൻ മനസ്സുവെക്കുകയും ചെയ്തത്. എന്നാലും പഴമാണ്, ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല, ഇത് കൊടുക്കാൻ ധൈര്യമില്ല എന്നുള്ള ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാറാനുണ്ടായ കാരണം, നമ്മളെ ആ സമയത്താണ് നമ്മളെ ഇന്ത്യാഗ്രോയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നത്. നമ്മളെ അതുവരെ പിന്നെ ഇവിടത്തൊന്നും അത്ര തന്നെ ഒരു ശക്തിയിൽ ഇന്ത്യാഗ്രോയുടെ ഉൽപ്പന്നം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കമ്പനി ഇനി പുതിയതായിട്ട് അപ്പം ഇറക്കിയതാണോ എന്ന് അതും അറിയില്ല, എനിക്കറിയില്ല. ഏതായിരുന്നാലും ഇന്ത്യാഗ്രോയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് മലപ്പുറത്തൊരു ക്ലാസ്സിന് പോയി, വയനാട്ടിലൊരു ക്ലാസ്സിന് പോയി അതിനെക്കുറിച്ച് നന്നാക്കി ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു. കാരണം എന്താ, ഉള്ളിലേക്ക് കൊടുക്കുന്നതല്ലേ പ്രശ്നമുള്ളൂ. ഇവിടെ കൃഷിക്കാർ ഇഷ്ടമാതിരി ഉണ്ട്, അവർക്ക് വളമിടാൻ സാധനം കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെയെങ്കിലും ഈ ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയോ എന്ന് ശ്രമിക്കാം എന്ന ഒരു രീതി മനസ്സിലുള്ളത് കൊണ്ട് അതിന് കൂടുതൽ എന്ത് ചെയ്തു, ഒരു പ്രാധാന്യം കൊടുത്തു എന്നുള്ളത്. അങ്ങനെ ആ ഉൽപ്പന്നങ്ങളെ കുറിച്ച് കൃത്യമായി നല്ലൊരു പഠനം നടത്തുകയും അതിലൂടെ ചെറിയ ചെറിയ റാങ്കുകളും കാര്യങ്ങളും ഒക്കെ കയറി വരികയൊക്കെ ചെയ്തു. ബ്രോൺസായി, സിൽവറായി, സ്റ്റാറായി. ഈ സമയത്തൊക്കെ പിന്നെ ലീഡേഴ്സ് പറയും നമ്മൾ പോസ്റ്റർ അടിക്കണം. അങ്ങനെ പോസ്റ്ററോ കാര്യങ്ങളൊന്നും അടിക്കണ്ട, കാരണം ഞാൻ ഇങ്ങനെ ഒരു ചെയ്യുന്ന ഒരാളല്ല. പിന്നെ അതായത് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ ബിസിനസ് ഇറങ്ങിയില്ല. ഒരു റാങ്കിലും പോസ്റ്റർ അടിക്കാനോ കാര്യങ്ങളോ ഞാൻ സമ്മതിച്ചില്ലായിരുന്നു. DC റാങ്ക് എത്തിയ സമയത്ത് ഉമർസ്താദ് ഇനി അങ്ങനെ പറ്റൂല എന്ന് പറയുകയും ഉമർസ്താദിന്റെ നിർബന്ധത്തിനാണ് പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു നോക്കും പിന്നീട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. അതാണ് ഞാൻ ചെയ്തത്.
പക്ഷെ ഇതൊക്കെ തെറ്റായ രീതിയാണ്. ശരിക്ക് അവസരം എപ്പം കിട്ടുന്നോ അപ്പം ഇറങ്ങി തിരിച്ച് പ്രവർത്തിച്ച് മുന്നേറി പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏതായിരുന്നാലും നമ്മളൊക്കെ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ കമ്പനി ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ടോപ്പ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്നുള്ള ഒരു സൈറ്റ് നിങ്ങൾക്ക് പരിശോധന നടത്തുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 1ാം സ്ഥാനത്ത് കാണുന്നത് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. 2013 ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ചു വരുന്ന ഒരു കമ്പനിയാണത്. ഈ കാലയളവിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഈ കാലയളവിനുള്ളിൽ ഒട്ടനേകം കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പൊ നമുക്ക് നേരത്തെ പ്രവർത്തിച്ചവർക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നും കമ്പനി ഇന്ത്യൻ വൈസ് ചെയ്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് എന്നും അതിന് 2013 മുതൽ 2026 വരെ 12 വയസ്സേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. വളരെ ചെറിയ കാലഘട്ടത്തിൽ തന്നെ കോടീശ്വരന്മാരെ ഒരുപാട് സൃഷ്ടിച്ചെടുക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ കമ്പനിയെ നമുക്ക് ഏറ്റെടുത്തൂടാ? ഇവിടെ മാർക്കറ്റിന്റെ ട്രെൻഡാണ് പിന്നെ നോക്കേണ്ടത്. ഇന്ന് മാർക്കറ്റ് ട്രെൻഡ് എന്താ? മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാലഘട്ടം. അതായത് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്യുകയും ആ ഓർഡർ ചെയ്ത സാധനങ്ങൾ നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചു കിട്ടുന്ന ഒരു അവസരമുള്ള ഡിജിറ്റൽ കാലഘട്ടമാണിത്. ഇവിടെ ഡിജിറ്റലിന്റെ വളർച്ചയോട് കൂടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വ്യവസായം വളർന്നുകൊണ്ടിരിക്കുക. അപ്പോ മാർക്കറ്റ് ട്രെൻഡും നമുക്ക് അനുകൂലമാണ്. പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട വിഷയം എന്താണ്? നമ്മളെ ഉൽപ്പന്നങ്ങൾ ഉയർന്ന ഗുണനിലവാരമുണ്ടോ? ഞാൻ ഇതുവരെ പറഞ്ഞത് ഉൽപ്പന്നങ്ങളുടെ കാരണം എനിക്ക് ഉൽപ്പന്നം നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്, ഇതുപോലെ മറ്റുള്ളവർക്ക് നൽകുന്നില്ലേ? അത് മാത്രമല്ല, ആവശ്യക്കാരുള്ള ഉൽപ്പന്നമായിരിക്കണം. ആവശ്യക്കാരുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു പേസ്റ്റ് ഒരാൾക്ക് കൊടുത്തു, അതുകൊണ്ട് അദ്ദേഹം പല്ല് തേച്ചതിന് ശേഷം ആ പേസ്റ്റ് കഴിഞ്ഞു പോകൂലേ? വീണ്ടും ആവശ്യക്കാർ വരില്ലേ? ഇവിടെ 5, 8, 10 വർഷം ഗ്യാരണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളുണ്ട്. ആ ഒരു ഉൽപ്പന്നം ഒരു വീട്ടിലേക്ക് ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിലേക്ക് ആ സാധനം വേണോ? ആവശ്യക്കാരതിന് കുറവല്ലേ? ഇവിടെ അങ്ങനല്ല. നമ്മളെ ഉൽപ്പന്നം ആവശ്യക്കാർ കൂടുതലുള്ള ഉൽപ്പന്നമാണ്. ഉൽപ്പന്നം ഏതാ? ആയുർവേദമാണ്. ആയുർവേദ ഉൽപ്പന്നം എന്ന് പറയുന്നത് ആയുർവേദ ചികിത്സാ രീതിയായിരുന്നു മുൻകാല ചികിത്സാ രീതി എന്ന് പറയുന്നത്. പിന്നീടാണ് എന്ത് ചെയ്തത്? അലോപ്പതിയൊക്കെ കടന്നു വരുന്നത്. ആയുർവേദവും ഹോമിയോപ്പതിയൊക്കെ ആയിരുന്നു മുൻകാല ചികിത്സാ വിധി എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്, പക്ഷെ ക്ഷമ വേണം. ആ ക്ഷമ ഇല്ലാത്തതിന്റെ പേരിൽ പെട്ടെന്ന് അലോപ്പതി വന്നു, പെട്ടെന്ന് രോഗം മാറ്റാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളൊക്കെ എങ്ങനെ എന്ത് ചെയ്തു? അലോപ്പതിയിലേക്ക് കടന്നുപോയി. അലോപ്പതിയിലേക്ക് കടന്നുപോയ സമയത്ത് എന്താ ജനങ്ങൾക്ക് സംഭവിച്ചത്? ജീവിതശൈലി രോഗങ്ങൾ കൂടുതലാവാൻ തുടങ്ങി എന്നുള്ളതാണ് അല്ലെ? ഇന്ന് നമ്മൾ ഒന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു കാര്യത്തിന്, ഒരു പനിക്ക് പോലും അലോപ്പതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആന്റിബയോട്ടിക് ഇല്ലാത്ത ഒരു ചികിത്സ അല്ല. ഡോക്ടേഴ്സ് ആന്റിബയോട്ടിക് കൊടുക്കണം എന്നുള്ളതാണ്. ഡോക്ടേഴ്സിന് പിന്നെ അങ്ങനെ ആന്റിബയോട്ടിക് അങ്ങനെ എഴുതരുത് എന്നും കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് അത് പിടിച്ചു നിർത്താൻ അതിനെ മാർഗമുള്ളൂ എന്നുള്ളത് കൊണ്ട് ഡോക്ടേഴ്സ് അങ്ങനെ എഴുതുന്നുണ്ട് എന്നൊക്കെ. ഞാൻ പറയുന്നു പ്രോബയോട്ടിക്കിനെതിരാണ് ആന്റിബയോട്ടിക്. അതായത് നമ്മളെ ജീവാണുക്കളെ, നല്ല ജീവാണുക്കളെ നശിപ്പിക്കുകയാണ് ആന്റിബയോട്ടിക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ പെരുകയാണ്. ആയുർവേദത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളെ ഉൽപ്പന്നം ഏതാ? ആയുർവേദമാണ്. ആയുർവേദം ഉൽപ്പന്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം?
വിതരണം ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉൽപ്പന്നം കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത് എന്താ ആശയത്തിലാണ്? ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളാണ്. ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങളാണ്. ആ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ രോഗങ്ങൾക്ക് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ, അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ അത് നല്ലതായിരിക്കണ്ടേ? അപ്പൊ അതിനൊക്കെ പറ്റിയ ഉൽപ്പന്നങ്ങളാണ് കമ്പനി പ്രധാനമായും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ബിസിനസ് കഴിവിന്റെ പരമാവധി നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട പിന്നെ മറ്റൊരു വിഷയം എന്താ? ഉപഭോക്താവിന് സംതൃപ്തി ഉണ്ടോ? സംതൃപ്തി ഉണ്ടോ? എനിക്ക് ലിവാഗൈനും ഇമ്മോനോത്രിയും അതേപോലെ തന്നെ പ്രോബയോട്ടിക് ഉപയോഗിച്ചു, വെൽഹാർട്ട് ഉപയോഗിച്ചു, എനിക്ക് റിസൾട്ട് കിട്ടി എന്ന് ഞാൻ പറയുന്നു. നിങ്ങളൊരു പേസ്റ്റ് കൊടുക്കുന്നു. ആ പേസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ പേസ്റ്റ് കൊടുത്ത ഉപഭോക്താവ് നിങ്ങളെ കാണുന്ന സമയത്ത് അവര് പറയാണ്, എൻ്റെ പേസ്റ്റ് കുഴപ്പമില്ല, നല്ല പേസ്റ്റാണ്, 172 റുപ്യ എനിക്കതിന് മുടക്ക് വന്നിട്ടുണ്ടെങ്കിലും അത് തേച്ച സമയത്ത് പല്ലിന്റെ പുളിപ്പുണ്ടായിരുന്നു എനിക്ക് നേരത്തെ, അത് മാറിക്കിട്ടി. ആ ഉപഭോക്താവിന് സംതൃപ്തിയല്ലേ ഉള്ളത്? സംതൃപ്തിയാണുള്ളത്. അപ്പോൾ ഉപഭോക്താവിന് സംതൃപ്തി ലഭിക്കുന്ന ഉൽപ്പന്നമാണ് നമ്മളുള്ളത്. അതാണ് നമ്മൾ കമ്പനി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്നുള്ളത്. എന്നാലോ നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം, ഭാരത സർക്കാരിന്റെ കൺസ്യൂമർ അഫയേഴ്സ് എന്ന് പറയുന്ന മന്ത്രാലയം, ആ മന്ത്രാലയത്തിന്റെ ഡയറക്ട് സെല്ലിംഗ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അവിടെയും നമുക്ക് ആ മന്ത്രാലയത്തിന്റെ സൈറ്റ് എടുത്തൊന്ന് പരിശോധന നടത്തിയാൽ അവിടെ നമ്മളെ വട്ടം വരഞ്ഞൊക്കെ കാണാം. അപ്പോ അതിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഫിക്കി എന്ന് പറയുന്ന സംഘടന ഏതാ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സംഘടനയാണ്, ബിസിനസ്സുകാരുടെ സംഘടനയാണ് ഫിക്കി എന്ന് പറയുന്നത്. ആ ഫിക്കി എന്ന് പറയുന്ന സംഘടനയിൽ അംഗത്വമുള്ള കമ്പനിയാണ് നമ്മളെ കമ്പനി. മാത്രമാണോ? FDSCI, ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയിൽ അംഗത്വമുള്ള കമ്പനിയാണ് നമ്മളെ കമ്പനി. മാത്രമാണോ? ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് എന്ന് 27ഓളം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ മറ്റൊരു കമ്പനിക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളതായ യാഥാർത്ഥ്യം. ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കമ്പനിയുടെ കമ്പനിയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വല്ലതും പരിശോധന നടത്തേണ്ടതുണ്ടോ? ഇല്ല. കാരണം എന്താ? ആയുഷ് മന്ത്രാലയം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു മന്ത്രാലയമാണ്. അതിൽ നമ്മളെ കേന്ദ്രത്തിലെ ആരോഗ്യമന്ത്രിയാണ് അതിന്റെ ചുമതല. ഇങ്ങനെ നമ്മളെ ഉൽപ്പന്നങ്ങള്, നമ്മളെ കമ്പനി, നമ്മളെ മാനേജ്മെന്റ് ഇങ്ങനെ നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് ട്രെൻഡ് അടക്കം ഇന്ന് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ സന്തോഷത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് നമ്മളൊക്കെ ഉള്ളത് എന്നുള്ളത്. പിന്നെ ഇൻകം പ്ലാന്, അതൊക്കെ നമുക്ക് നോക്കേണ്ടതില്ലേ? ഇൻകം പ്ലാന് ഇന്നലെ നമ്മളെ കോഴിക്കോട് മീറ്റിങ്ങില്, നമ്മളെ പ്രോഗ്രാമില് അവിടെ അനീഷ് സാർ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ നിസ്സാരമായി ഇൻകം പ്ലാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് പോകുന്നവർക്കേ അറിയുള്ളൂ. ഏതായിരുന്നാലും ഇൻകം പ്ലാനിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് സുതാര്യവും ആകർഷണവുമാണ്. ഒരാഴ്ച പോലും എന്ത് ചെയ്തില്ല, ബുധനാഴ്ച കിട്ടേണ്ട ഇൻകം വ്യാഴാഴ്ചക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കോടീശ്വരന്മാരായ ഒരുപാട് മുന്നിലുള്ള പ്രവർത്തകർ നമുക്കുണ്ട്, നമ്മളെ ലീഡേഴ്സ് ഉണ്ട്. അവർക്കാർക്കും വൈകിയില്ല. എന്നാൽ നമുക്ക് വൈകിയിട്ടുണ്ടോ? 1 രൂപ പോലും പിറ്റേന്നേക്ക് വ്യാഴാഴ്ചക്കായിട്ടില്ല. അപ്പോൾ ഇൻകം പ്ലാന് വളരെ കറക്റ്റാണ്. എന്നാൽ എനിക്ക് ഒരു ഐഡിയയിൽ വരുമാനം തരുമെന്ന് പറയുന്ന എൻ്റെ ഭാര്യയ്ക്ക് വരുമാനം കൊടുക്കൂല എന്ന് പറയുന്നുണ്ടോ? എൻ്റെ സെക്കൻഡ് ഐഡിയയിൽ വരുമാനം തരൂല എന്ന് പറയുന്നുണ്ടോ? എൻ്റെ തേർഡ് ഐഡിയയിൽ വരുമാനം തരൂല എന്ന് പറയുന്നുണ്ടോ? എല്ലാ ഐഡിയയിലും വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ, ഏറ്റവും കൂടുതൽ അധിക വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ അവസരമില്ലേ? ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മളെ ബിജു സാറ് പലപ്പോഴും പറയാറുണ്ട്, ഇതിന്റെ ഇൻകം പ്ലാൻ ഒന്ന് മനസ്സിലായ
ഉറക്ക് വരൂല. ഉറക്ക് വരൂല. അവിടെയാണ് അബ്ദുൽ കലാം ആസാദ് പറയുന്നത്, നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ്റെ ഇൻകം പ്ലാന് നമ്മളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഉറക്ക് കിട്ടൂല. അങ്ങനെ അതിനൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർ ഇന്ന് ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയവരാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് എന്താ? ട്രെയിനിങ്ങും സപ്പോർട്ടും കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ട്രെയിനിങ് നമുക്ക് ആവശ്യമുള്ള ട്രെയിനിങ് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. ലീഡേഴ്സിന്റെ സപ്പോർട്ടില്ലേ? ഉണ്ട്, സപ്പോർട്ടുണ്ട്. എന്നാൽ ലീഡേഴ്സ് ഒരു പക്ഷേ എന്തുണ്ടാവില്ല, നമ്മളെ കൊണ്ടുവന്ന ആൾ ഒരു പക്ഷെ ഒപ്പുണ്ടായില്ല എന്ന് വന്നേക്കാം. അതിന്റെ മുകളിലുള്ള ലീഡേഴ്സ് കൃത്യമായ സപ്പോർട്ട് തന്നുകൊണ്ട് നമുക്കൊപ്പം നിൽക്കുന്നില്ലേ? നിൽക്കുന്നുണ്ട്. അപ്പം ഇവിടെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, കൃത്യമായ ട്രെയിനിങ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റെടുത്ത് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനം. ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന 65% പേരും ലീഡേഴ്സ് ആയതുകൊണ്ട് ഒരു കാര്യം കൂട്ടി പറയാം. പലപ്പോഴും പലരൊക്കെ പറയാറുണ്ട്, ഒരു കോപ്പി നമ്മൾ ഒറിജിനൽ ഒരു കോപ്പി കൊടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന സമയത്ത് ഈ ഫോട്ടോസ്റ്റാറ്റ് ക്ലിയർ ഇല്ല. എന്നാൽ കോപ്പിയിൽ, ഇതിന്റെ ഒറിജിനൽ കോപ്പിയിലേക്ക് ഒന്ന് നോക്കണം. ഒറിജിനൽ കോപ്പി ക്ലിയർ ആണെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് ക്ലിയർ കിട്ടും. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ 65% പേരും ഇതിൽ ലീഡേഴ്സ് ആയതുകൊണ്ട്, ലീഡേഴ്സ് എന്ന് പറയുന്ന ആരാ? എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ ലീഡേഴ്സാണ്. ആ വന്ന വ്യക്തിക്ക് അയാൾ ലീഡേഴ്സ് അല്ലേ? അപ്പൊ നമ്മൾ ഒറിജിനലായ കോപ്പി നമ്മൾ ക്ലിയർ ആണോ? അപ്പോഴേ ഫോട്ടോസ്റ്റാറ്റ് നന്നാവുള്ളൂ. ആ ഫോട്ടോസ്റ്റാറ്റ് നന്നാക്കാൻ വേണ്ടി നമ്മളൊക്കെ തയ്യാറായാൽ നമുക്ക് വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ള. അപ്പൊ ട്രെയിനിങ്ങും സപ്പോർട്ടും കൃത്യമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താ? കമ്പനിയുടെ ദിനം പ്രതിയുള്ള വളർച്ച ഉണ്ടോ? വളർച്ചയില്ലേ? വളർച്ചയാണ്. ഇന്നലെ വെൽനി സാർ എന്താ പറഞ്ഞത്? ഞാൻ ഈ കമ്പനിക്ക് വരുന്ന സമയത്ത് 6, 7, 8, 10, 16 പ്രോഡക്റ്റ് ഉള്ളൂ. ഇന്ന് നമുക്ക് 170 പരം പ്രോഡക്റ്റ് ഇല്ലേ? ഉണ്ട്. അതിന്റെ പുറമെ നമ്മളെ MD എന്താ പറഞ്ഞത്? 2030 ആകുമ്പോഴേക്ക് 1000 പ്രോഡക്റ്റ് നമ്മളെ കമ്പനിയിൽ ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, 1000 വേണ്ട, 500 പ്രോഡക്റ്റ്, അതിന്റെ പകുതി നോക്കി. 500 പ്രോഡക്റ്റ് ആയാൽ തന്നെ സൂപ്പർ മാർക്കറ്റ് ആയില്ലേ? അത് മാത്രമല്ല, ഈ കാണപ്പെടുന്ന ജനങ്ങൾക്കൊക്കെ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളായി ആ പ്രോഡക്റ്റ് മാറൂലേ? മാറും. അവിടെ നമുക്ക് കച്ചവടം അധികരിക്കൂലേ? അധികരിക്കും. അപ്പം ഏറ്റെടുത്ത് ചെയ്യാൻ ഇപ്പം ഈ പിന്നെ വളരെ കുറഞ്ഞ പ്രോഡക്റ്റ് ഉള്ള കാലഘട്ടങ്ങളിൽ വിജയിച്ചവർ ഇവിടെ ഇല്ലേ? ഉണ്ട്. അപ്പം ഇപ്പം 170ഓളം പ്രോഡക്റ്റ് ഉള്ള സമയത്ത് നമുക്ക് എന്തുകൊണ്ട് ഏറ്റെടുത്ത് പ്രവർത്തിച്ച് അത് 2030 ആകുമ്പോഴത്തെ പ്രൊഡക്റ്റ് കൂടും എന്നുള്ള ഉറപ്പ് നമുക്ക് മുന്നിൽ ഉണ്ടായിട്ട് പ്രവർത്തിച്ച് വിജയിപ്പിക്കാൻ സാധിക്കുന്നില്ല? ഇവിടെയാണ് നമ്മളെ പോരായ്മകൾ നമ്മൾ കണ്ടെത്തണം എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത്, MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് പ്രഗത്ഭരായ ലീഡേഴ്സിനൊപ്പം എത്തിപ്പെട്ട നമ്മൾ ഭാഗ്യവാന്മാരാണ്, പുണ്യം ചെയ്തവരാണ്, ദൈവാനുഗ്രഹമുള്ളവരാണ്. അവിടെ നമുക്ക് യാതൊരു പ്രശ്നമില്ലാതെ നമുക്ക് പ്രവർത്തിച്ച് വിജയിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ ഇവിടെ വിജയിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് പ്രോഗ്രാമുകളുടെ എണ്ണം കൂട്ടലാണ്. പ്രോഗ്രാം എത്രത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുമോ എണ്ണം കൂട്ടുക, പ്രോഗ്രാമിന്റെ എണ്ണം കൂട്ടുക. അപ്പൊ പറയും, എൻ്റെ കൂടെ ആരും പോരാല്ല, ഞാൻ ഒറ്റക്കൊള്ളും, അതുകൊണ്ട് ഞാൻ വന്നില്ല, അല്ലെങ്കിൽ മഴയാണ്, എന്തെല്ലാം കാര്യങ്ങൾ പറയാറ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അല്ലെങ്കിൽ കല്യാണമുണ്ട്, തക്കാരുണ്ട്, പെരക്കൂടലുണ്ട്, ഒഴിവ് കഴിവുകൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ കണ്ടെത്തിക്കൊണ്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നത് എങ്കിൽ നമ്മളെ വിജയത്തിനുള്ള സമയമായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ പ്രോഗ്രാമുകളുടെ എണ്ണം കൂട്ടിയേ പറ്റൂ. ഈ മോർണിംഗ് മീറ്റ്
മോർണിംഗ് മീറ്റ് തന്നെ നമ്മളിപ്പം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു മീറ്റ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോഗ്രാമായി മാറിക്കൊണ്ടിരിക്കുക അല്ലെ. കൊറോണക്ക് ആണ് ഈ മോർണിംഗ് മീറ്റ് വന്നത് എന്ന് പറഞ്ഞു. എന്നാൽ അതിനുശേഷം ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നവർക്ക് ഏറ്റവും വലിയ ഒരു മോട്ടിവേഷൻ ആയിട്ടല്ലേ ആ മോർണിംഗ് മീറ്റ് മാറിയത്. ഈ മോർണിംഗ് മീറ്റ് ശരിക്ക് അതിൻ്റെ രീതിയിൽ നമ്മൾ ഒരാളെ കാണുന്നു, അവരെ മോർണിംഗ് മീറ്റിലേക്ക് അടുപ്പിക്കുന്നു, പിന്നെ അവിടെ മീറ്റിങ്ങിലേക്ക് അടുപ്പിക്കുന്നു, അങ്ങനെ നമുക്ക് വളർത്തിയെടുത്ത് കൊണ്ടുവരാനുള്ള അവസരമല്ലേ. ഇതുപോലും കൃത്യമായിട്ട് യൂസ് ചെയ്യാത്ത, കൃത്യമായിട്ട് അതിനെ മുഖവിലിക്കെടുക്കാത്തവര് ഈ ബിസിനസ്സിൽ രക്ഷപ്പെടുവോ? സാധ്യത ഉണ്ടോ? ഈ ടീമിലൊന്നും അല്ലെങ്കിലും പല ടീമിലും ഞാൻ കേട്ടിട്ടുണ്ട്, മോർണിംഗ് മീറ്റ് ഞങ്ങളുടെയൊക്കെ ഇങ്ങനെ നശിച്ചു പോകാണ്ടായ കാരണം എന്താ അറിയോ, ലീഡേഴ്സിനും വേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ മൊബൈലൊക്കെ ഒന്ന് സൗണ്ടൊക്കെ ഒന്ന് കുറച്ച് വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. ആ ലീഡേഴ്സ് എന്ത് കരുതും, ഇവിടെ സാറ് മോർണിംഗ് മീറ്റിലുണ്ട്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് ആർക്കാ നഷ്ടം? ആർക്കാണിത് പിന്നെ നഷ്ടം ഉണ്ടാക്കുന്നത്? ലീഡേഴ്സിനാണോ? ലീഡേഴ്സിന് ഒരു നഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ലീഡേഴ്സ് അവര് ഇത് വിജയിക്കണം എന്ന് ഉദ്ദേശിച്ചിറങ്ങി തിരിച്ചവരാ. അവര് ആ വിജയിക്കുന്നത് വരെ പ്രവർത്തിക്കുക എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടെ വന്നവരാ. അവരത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഒരു കാര്യം ഓർമ്മ വരികയാണ് എനിക്ക്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, സാധാരണക്കാരായവരിൽ നിന്നും പലതും നമുക്ക് അറിയാനും പഠിക്കാനുമുണ്ട്. പാവങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും കേൾക്കുമ്പോഴാണ് പലതും അറിയുന്നത്. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവും അനുഭവവും ഒരു പുസ്തകത്തിൽ നിന്നും കിട്ടുകയില്ല. എൻ്റെ പുസ്തകം ജനങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഞാനിത് പറഞ്ഞതിന് വേണ്ടിയിട്ടാ, നമ്മുടെ മോർണിംഗ് മീറ്റിൽ പ്രഗത്ഭരായ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ വിജയിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ലീഡേഴ്സ് വന്നുകൊണ്ട് അവർ വിജയിച്ച അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുമ്പോൾ, ഏത് സമയത്ത് ഇത്ര ഉൽപ്പന്നങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടം, അടുത്തൊന്നും PUCകൾ ഇല്ലാത്ത കാലഘട്ടം, ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് ആർക്കും കൂടുതൽ അറിയാത്ത കാലഘട്ടം, കൂടുതൽ റിസൾട്ടുകൾ ഇല്ലാത്ത കാലഘട്ടം, ഉൽപ്പന്നം ഉപയോഗിച്ച് വലിയ വലിയ റിസൾട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാലഘട്ടം, കൂടുതൽ വരുമാനം നേടിയവരെ കാണിച്ചു കൊടുക്കാനില്ലാത്ത കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് പ്രവർത്തിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയവർ അവരുടെ അനുഭവങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്യുമ്പോൾ നാം ഒരു വേള ചിന്തിക്കുന്നുണ്ടോ, ഈ വിജയിച്ചവരാണ് എൻ്റെ പുസ്തകമെന്ന്? ഉണ്ടെങ്കിൽ നാം വിജയിച്ചു, അതിന് യാതൊരു സംശയമില്ല. ഇതിന് നമുക്ക് എന്താ വേണ്ടത്? അതിന് ഞാൻ പറയല്, അതിന് നമ്മളിൽ മൈ ലൈഫ് ഉണ്ടായിരിക്കണം. നമ്മളിൽ മൈ ലൈഫ് ഉണ്ടായിരിക്കണം. നമ്മൾ മൈ ലൈഫിൽ ഉണ്ടായാൽ പോരാ. എവിടെ? നമ്മളിൽ മൈ ലൈഫ് ഉണ്ടായിരിക്കണം. നമ്മൾ മൈ ലൈഫിൽ ഉണ്ടായാൽ പോരാ. അങ്ങനെയെങ്കിൽ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് നമുക്കെത്താം. എല്ലാവരും തള്ളിപ്പറഞ്ഞാലും സ്വന്തം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും. ഒരിക്കലും നമുക്ക് എന്ത് വേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി വരില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, റോസാപ്പൂവിന് താഴെ മുള്ളുണ്ടല്ലോ എന്ന് സങ്കടപ്പെടാതെ അതിന് മീതെ, മുള്ളിന് മീതെ പൂവുണ്ടല്ലോ എന്ന് സന്തോഷിക്കുന്നവരുടെ കൂടെ നാം ഉണ്ടാവണം എന്നുള്ള ഒരു രീതി നാം പലപ്പോഴും പറഞ്ഞു വരുന്നതാണ്. ആ ഒരു രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് മാറാൻ പറ്റും എന്നുള്ളത്. അതിന് നമുക്ക് വേണ്ടതെന്താ? വേണ്ടത് അടങ്ങാത്ത ആഗ്രഹമുണ്ട്. അടങ്ങാത്ത ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഈ ഒരു രീതിയിലേക്ക് വളർന്നു വരാൻ സാധിക്കും. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങൾ. എനിക്കിതിലൂടെ വളരണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടോ, അതാണ്. അത് നമ്മൾ വളർന്നിരിക്കും.
നമ്മുടെ ബിസിനസ് നമുക്ക് ആ ബിസിനസ് നാം ചെയ്യുന്നത് നമ്മൾ അതിലൂടെ വളരണം എന്നുള്ള ഒരു ചിന്ത നമ്മളിലുണ്ടോ? ഒരിക്കലും നമ്മളതിൽ പരാജയപ്പെടേണ്ടി വരില്ല. അത് നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ എന്താവണം എന്ന് നാം ചിന്തിക്കുന്നത് അത് നമ്മളായിത്തീരും എന്നുള്ളത്. ഒരിക്കൽ EMSന്റെ പുത്രി രാധാ മേഡം EMSനെ കുറിച്ച് എഴുതിയത് കറുത്ത്, പൊക്കം കുറഞ്ഞ്, ഒട്ടും സൗന്ദര്യമില്ലാത്ത മുഖമുള്ള തടിച്ച ശരീരപ്രകൃതിയുള്ള, വാഴ തുറന്നാൽ വിക്കുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത എൻ്റെ അച്ഛനെ ജനലക്ഷങ്ങളുടെ പ്രിയങ്കരനാക്കിയത് ഉള്ളിലെ അടങ്ങാത്ത ആഗ്രഹമാണ്. ആഗ്രഹങ്ങളുണ്ടോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നാം ചെയ്യും. അതിലെനിക്ക് മുന്നോട്ട് പോകാനുള്ള ലക്ഷ്യം ഉണ്ടാവും. ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മളെ ആഗ്രഹമാണ്. നാം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നമുക്ക് വിജയമുണ്ടാക്കിയെടുക്കാൻ എങ്ങനെ ചിന്തിക്കാം എന്നുള്ള ഒരു ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവനെ ആഗ്രഹം ഉണ്ടാവുള്ളൂ. ആ ആഗ്രഹമുള്ളവനെ രക്ഷപ്പെടുള്ളൂ. അപ്പോ ഇവിടെ നമ്മളെ പ്രവർത്തനം, നമ്മളെ തൊഴിലിന്റെ മനോഭാവം, നമ്മളെ ജോലിയുടെ പ്രവർത്തനം അതെന്താണെന്ന് ചിന്തിച്ചാൽ അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കിട്ടുന്നില്ല. ഏതായിരുന്നാലും അവിടെ ഞാൻ ഒരു ചെറിയൊരു കഥയും കൂടെ പറയാം. നമ്മുടെ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്, ഈ 3 ഇഷ്ടിക പണിക്കാരെ കുറിച്ച്, അവരുടെ തൊഴിൽ മനോഭാവത്തെ കുറിച്ച് സാധാരണ പറയപ്പെടുന്ന ഒരു കഥ. എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ച സമയത്ത് ആദ്യത്തെ ഇഷ്ടിക പണിക്കാരൻ പറഞ്ഞെന്താ അറിയും? ഞാൻ ഇഷ്ടിക പിടിക്കുന്നു എന്നാ പറഞ്ഞത്. രണ്ടാമത്തെ ആള് പറഞ്ഞത് ഞാൻ എൻ്റെ കൂലിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു എന്നാ പറഞ്ഞത്. എന്നാ മൂന്നാമത്തെ ആള് പറഞ്ഞതോ, ഞാൻ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടം പണിയുകയാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ ഈ 3 പണിക്കാരുടെ എന്തായി തീരും എന്നുള്ളതിനെ കുറിച്ച് കഥ നമ്മളോട് പറയുന്നില്ല. എന്തു സംഭവിച്ചിരിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ 2 ഇഷ്ടിക പണിക്കാരും ആ ഇഷ്ടിക പണിക്കാരായി തന്നെ തുടരുകയാണ്, ആയിരിക്കും. അവർക്ക് ദീർഘവീക്ഷണമില്ലായിരുന്നു. അവർക്ക് അവരുടെ തൊഴിൽ ബഹുമാനമില്ലായിരുന്നു. അവർക്ക് കൂടുതൽ വിജയത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ അവിടെ ചിന്തിക്കേണ്ടത്, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ മനോഹരമായ കെട്ടിടം പണിയുകയാണ് എന്ന് പറഞ്ഞ ആ ഒരു ഇഷ്ടിക പണിക്കാരൻ വെറും ഇഷ്ടിക പണിക്കാരനായി തുടരാൻ എന്നില്ല. കാരണം അദ്ദേഹത്തിന് ദീർഘവീക്ഷണമുണ്ട്, അദ്ദേഹത്തിന്റെ ജോലിയിൽ ബഹുമാനമുണ്ട്. അദ്ദേഹം ഒരു പക്ഷേ ഇന്ന് ഒരു കോൺട്രാക്ടറായോ അതല്ലെങ്കിൽ ശില്പിയായോ ഒക്കെ മാറിയിട്ടുണ്ടാവും. കാരണം എന്ത്? അദ്ദേഹത്തിന്റെ ഉള്ളിൽ അടങ്ങാത്ത, ഞാൻ ചെയ്യുന്ന ജോലിയോടുള്ള ആ ഒരു ബഹുമാനം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. അദ്ദേഹത്തിന് അതിൽ വലിയ കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹം അതിൽ വലിയതിനെ നോക്കി കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണോ അത് തന്നെയാണ് നിങ്ങൾ എന്നാണ് നമ്മളെ പഠനത്തിൽ നിന്ന് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ചിന്താശക്തി, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് ആയിത്തീരാൻ വേണ്ടി നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ഒരു ഹോർമോൺ നമ്മൾ മൈൻഡിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. അവിടെ നിങ്ങൾ ദുർബലനാണെന്നും പരാജയപ്പെടുമെന്നും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിത്തീരും. മറിച്ച് ഞാൻ പ്രധാനപ്പെട്ടവനാണ്, എനിക്ക് എന്തിനും സാധിക്കും, എനിക്കതിന് കഴിവുണ്ട്, എൻ്റെ ജോലി പ്രധാനപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ, തീർച്ചയായും നിങ്ങളെല്ലാവരും തന്നെ വിജയത്തിലെത്തിച്ചേരും. അങ്ങനെ വിജയത്തിലെത്തിച്ചേരുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാവണം.
ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വരുന്ന 166 മന്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയോടുകൂടെ കഴിഞ്ഞു. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള 167 അങ്ങ് തുടങ്ങിയിട്ടുള്ള 173 വരെയുള്ള മന്ത് എക്സോറ 2023 ഒരു പുതിയ പുറപ്പാടുമായിട്ടാണ് ലീഡേഴ്സ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ വിളംബരം ഇന്നലെ നമ്മൾ കോഴിക്കോട് വെച്ച് കണ്ടതാണ്. അതിനൊക്കെ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനവുമായി നിങ്ങൾ മുന്നോട്ട് പോകണമെന്നും ഈ വിനീതനായ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടാവും, ഞാനും അതിന് വേണ്ടിയുള്ള എൻ്റെ എല്ലാ കഴിവും ഉപയോഗപ്പെടുത്തി ഈ കാലയളവിനുള്ളിൽ ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ചെയ്ത് അവിടെ സ്റ്റേജിൽ ഉണ്ടാവണമെന്ന് വേണ്ടി എന്നുള്ള തീരുമാനത്തോടു കൂടെ പ്രവർത്തിക്കും. അതിനു വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഈ അവസരം തന്ന വാപ്പിട്ടി സാറിന്, എനിക്ക് അതുപോലെ തന്നെ MC ചെയ്ത നമ്മുടെ സൽമാ മാഡം, എൻ്റെ അപ്ലൈൻ ലീഡേഴ്സായ ഉമർ ഉസ്താദ്, റഫീഖ് സാറ്, ചെറു സാറ് അടക്കമുള്ള ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന, നമ്മൾ കണ്ടറിയുന്ന ഒരുപാട് ലീഡേഴ്സ്, പ്രഗത്ഭരായ ലീഡേഴ്സ് ഉള്ള ഈ മോർണിംഗ് മീറ്റിൽ വളരെ കൊച്ചു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളോ പിഴവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ക്ഷമയിലെ.